നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കണ്ണിനെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. കണ്ണിനെ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് രീതിയൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മൾക്ക് കണ്ണിനോട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിനോട് കൂടുതൽ അടുപ്പം തോന്നാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കണ്ണിനെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിനെ ഒരു ദൈവമായിട്ട് കാണാണ്ട് നമുക്ക് കണ്ണിനോട് ഏത് ഭാവത്തിലാണോ കണ്ണിനോട് ഇഷ്ടം ആ രീതിയിൽ നമ്മൾ കണ്ണിനെ കണ്ടിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ചിലർക്ക് കണ്ണിനെ ഒരു ഉണ്ണിയായിട്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർ കണ്ണിൻ്റെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ അച്ഛനായിരിക്കും. ചിലർക്ക് കണ്ണിനെ ഒരു കൂട്ടുകാരനായിട്ടായിരിക്കും കണ്ണുണ്ടാവുക. അപ്പോൾ ആ ഒരു ഭാവത്തിൽ കണ്ണിനെ കണ്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ചിലർ കണ്ണിനെ കാമുകനായിട്ട് കാണുന്നവരുണ്ട്. അപ്പോഴും കണ്ണിനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഭാവത്തിലായിരിക്കണം നമ്മൾ കണ്ണിനോട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഏത് ഭാവത്തിൽ കണ്ണിനെ കണ്ടാലും കണ്ണൻ ആ രീതിയിലായിരിക്കും നമ്മളുടെ അടുത്തോട്ട് വരിക. കണ്ണിന് അങ്ങനെ ഒരു നിർബന്ധമില്ല എന്നെ ഈ ദൈവമായിട്ട് കാണണമെന്നോ അല്ലെങ്കിൽ എന്നെ ആരോ ഒരു വലിയൊരാളായിട്ട് കാണണമെന്നോ ഒന്നും ഒരു നിർബന്ധവും കണ്ണനില്ല. നമ്മൾ കണ്ണിനെ എങ്ങനെ കാണുന്നുവോ ആ രീതിയിൽ തന്നെ കണ്ണൻ നമ്മളുടെ അടുത്തോട്ട് വരും. ഇപ്പം നമ്മൾ കൂട്ടുകാരനായിട്ട് കണ്ണിനെ കണ്ടിട്ട് കണ്ണിനെ വിളിക്കണമെങ്കിൽ കണ്ണൻ ആ ഒരു കൂട്ടുകാരൻ്റെ രീതിയിൽ നമ്മളുടെ അടുത്തോട്ട് വരും. ഇല്ലെങ്കിൽ മകനായിട്ട് കണ്ടിട്ട് വിളിക്കണമെങ്കിൽ ആ ഒരു രീതിയിലായാലും കണ്ണൻ നമ്മളുടെ അടുത്തോട്ട് വരും. അപ്പം നമ്മൾക്ക് കണ്ണിനോട് കൂടുതൽ അടുപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഏതെങ്കിലും ഒരു ഭാവത്തിലായിരിക്കണം കണ്ണിനെ കണ്ടിട്ട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ണിനോട് കൂടുതൽ അടുപ്പമായിരിക്കും. കാരണം ദൈവത്തിനെ കണ്ടിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു അകൽച്ച ഉണ്ടാവും. പക്ഷെ നമ്മുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ നമ്മുടെ കാമുകനോ അല്ലെങ്കിൽ നമ്മുടെ മകനായിട്ടൊക്കെ കണ്ടിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കണ്ണിനോട് ഒരു അടുപ്പുണ്ടാവുമായിരിക്കും, ആ ഒരു ബന്ധം ഉണ്ടാവും കണ്ണിനോട്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ കണ്ണിനെ കാണേണ്ടത്. പിന്നെ നമ്മൾ കണ്ണിനോട് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതലും ഈ വലിയ വലിയ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മൾ എന്തൊക്കെയോ ചൊല്ലുന്നു എന്നൊരു രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനേക്കാൾ നല്ലത് നമ്മൾ കണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു അടുപ്പമുണ്ടാവും. പിന്നെ പ്രാർത്ഥനയിൽ നമുക്ക് ശ്രദ്ധ വരും. അതല്ല നമുക്ക് ഒരു കാര്യം മനസ്സിലാവാത്ത കുറേ നാമങ്ങളൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ എന്തെങ്കിലും കീർത്തനങ്ങളോ അതൊന്നും നമുക്ക് മനസ്സിലാവണില്ല. നമ്മളിപ്പോൾ അത് വെറുതെ ഇങ്ങനെ ഇരുന്ന് ചൊല്ലുന്നു, പക്ഷെ നമ്മുടെ ശ്രദ്ധയൊക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല. എന്ന് വെച്ച് കീർത്തനങ്ങളൊന്നും ചൊല്ലരുതെന്നല്ല, അതും ചൊല്ലണം. പക്ഷെ നമുക്ക് ഒരു പിടിയുമില്ലാത്ത കീർത്തനങ്ങൾ വെറുതെ ചൊല്ലണമല്ലോ എന്ന് വിചാരിച്ച് ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. അതിനേക്കാൾ നല്ലത് കണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ നമുക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരം നമ്മൾ കണ്ണിൻ്റെ ഏതെങ്കിലും പാട്ടുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ മൈൻഡൊക്കെ ഇങ്ങനെ പ്ലെയിനാക്കി വെക്കാനല്ല പറയുന്നത്. അങ്ങനെ പ്ലെയിനാക്കി വെക്കാൻ നമ്മുടെ മനസ്സൊരു ശൂന്യമാക്കി വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ചിന്തകളൊന്ന് വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് അങ്ങനത്തെ ചിന്തകൾ വരാണ്ടിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിനെ ഏത് ഭാവത്തിൽ കാണുന്നോ ആ ഒരു ഭാവത്തിൽ നമ്മൾ കണ്ണിനോട് പെരുമാറുന്നതായിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ കാണുക. നമ്മൾ മനസ്സിൽ അങ്ങനെ വിചാരിക്കുക. കണ്ണിനെ നമ്മൾ ഇപ്പോൾ മകനായിട്ടാണെങ്കിൽ മകനായിട്ട് താലോലിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കണ്ണിനായിട്ട് കളിക്കുന്നു. കൂട്ടുകാരനായിട്ടാണെങ്കിൽ കാണണമെങ്കിൽ കണ്ണിനായിട്ട് കൂട്ടുകാരനായിട്ട് കളിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഏത് ഭാവത്തിലാണ് കണ്ണിനെ കാണുന്നത് ആ ഭാവത്തിൽ നമ്മൾ കണ്ണിനെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക. നമ്മളും കണ്ണിനും കൂടിയിട്ട് ആ ഒരു ഭാവത്തിൽ നിൽക്കുന്നത് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾക്ക് ധ്യാനിക്കാനും നമ്മളെ കൊണ്ട് പറ്റും. ഇങ്ങനെയൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അടുപ്പമായിരിക്കും കണ്ണിനോട് ഉണ്ടാവുക. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ണിനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് നമ്മൾ ആ ഭാവത്തിലോട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ചീത്ത ചിന്തകളോ നെഗറ്റീവ് ചിന്തകളോ അല്ലെങ്കിൽ മനസ്സ് പതറി പോവുക അല്ലെങ്കിൽ മനസ്സ് വേറെ എവിടെയെങ്കിലും പോവുക അതൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല ശ്രദ്ധയോടു കൂടി കണ്ണിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. പലരും പറയും മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധ കിട്ടുന്നു. പക്ഷെ ആ മെഡിറ്റേഷൻ ചെയ്യാൻ തന്നെ നമ്മൾക്ക് ശ്രദ്ധ കിട്ടില്ല. നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും പോവുക. അപ്പോൾ നമ്മൾ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ കണ്ണിനെ ഇങ്ങനെ മനസ്സിൽ കണ്ടിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക. രാവിലെ നമ്മൾ കണ്ണിൻ്റെ പാട്ട് വെച്ചിട്ട് ഹെഡ്സെറ്റിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്ക് പുറത്തുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ കണ്ണിനെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ കണ്ണിനെ നമ്മൾ എങ്ങനെയാണ് സങ്കല്പിക്കുന്നത് അതിങ്ങനെ മനസ്സിലാണ് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും. നമുക്ക് കുറച്ച് നേരം ധ്യാനിച്ചിരിക്കാൻ പറ്റും. നമുക്ക് കണ്ണിനോട് കൂടുതൽ അടുപ്പം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ശ്രദ്ധ കിട്ടില്ല. നമ്മളതൊരു എന്നും ചെയ്യുന്ന കാര്യമാണല്ലോ, അപ്പോൾ അത് എന്നും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ
നമ്മൾക്ക് ശ്രദ്ധ കിട്ടില്ല. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം പോലും നമുക്കറിയില്ല. നമ്മൾ പല നാമങ്ങളും ചൊല്ലുമ്പോൾ നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത വലിയ വലിയ കീർത്തനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ചൊല്ലി വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് ഒരു ഗുണം കിട്ടില്ല. കാരണം നമുക്കും മനസ്സിലാവണില്ല എന്താ നമ്മൾ ചൊല്ലുന്നുള്ളത്. പിന്നെ നമ്മുടെ മനസ്സാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാരണം നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് നിൽക്കില്ല. അപ്പോൾ നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ ധ്യാനിച്ചിരിക്കുക കുറച്ച് നേരം കണ്ണിനീട്ട്. പിന്നെ കണ്ണിനോട് സംസാരിക്കാം. കണ്ണിനോട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും കണ്ണിനെല്ലാം അറിയാം. പക്ഷെ നമ്മളായിട്ട് ഇങ്ങനെ കണ്ണിനോട് പറയുമ്പോൾ നമുക്കും നമ്മളുടെ കണ്ണിനെ ഏൽപ്പിച്ചല്ലോ ആ കാര്യം എന്നുള്ളൊരു ചിന്ത നമുക്കും വരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കണ്ണിനോട് കൂടുതൽ സംസാരിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് കൂടുതൽ അടുപ്പം തോന്നുക. പിന്നെ നമ്മൾക്ക് ഒരു ലക്ഷണങ്ങൾ കണ്ണിങ്ങനെ കാണിച്ചു തരും. കാരണം നമ്മൾ കണ്ണിനോട് ഇങ്ങനെ സംസാരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ ചിലപ്പോൾ കണ്ണിനോട് ചോദിക്കും, കണ്ണ ഇങ്ങനെ ഒരു ലക്ഷണം കാണിച്ചു തരും, കണ്ണ അങ്ങനെ ഒരു ലക്ഷണം കാണിച്ചു തരും എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ അത് ആ ലക്ഷണങ്ങളായിരിക്കില്ല, വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളായിട്ട് നമുക്ക് ഓരോന്ന് കാണിച്ചു തരും കണ്ണെ. കാരണം നമ്മൾ ആ ഒരു ബന്ധമുണ്ടാവും കണ്ണിനായിട്ട് നമ്മളിങ്ങനെ കണ്ണിനോട് സംസാരിക്കുകയാണെങ്കിൽ. അല്ലാണ്ട് വെറുതെ പേരിന് വേണ്ടിയിട്ട് നാമം ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴാണല്ലോ നമ്മൾ ആ ആളോട് കൂടുതൽ അടുക്കുക. അപ്പോൾ കണ്ണിനോട് ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കണ്ണിനോട് ഒരു അടുപ്പം ഉണ്ടാവുകയും ചെയ്യും. എന്തെങ്കിലും ലക്ഷണമൊക്കെ നമ്മൾ കാണും. കണ്ണൻ നമ്മളോട് തിരിച്ച് നമ്മളോട് പറയണതായിരിക്കും ചിലപ്പോൾ അത്. ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നീ മനസ്സിൽ വിചാരിച്ചതൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന് എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ണൻ കാണിച്ചു തരും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു രീതിയായിരിക്കും ഏറ്റവും നല്ലത് കണ്ണിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട്. കണ്ണിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് എന്തെന്നില്ല, നമ്മൾ കണ്ണിനോട് അയ്യോ ഇത് നമ്മൾ പറയാൻ പാടുമോ, കണ്ണിനോട് നമ്മളിങ്ങനെ സംസാരിക്കാൻ പാടുമോ, നമ്മളങ്ങനെ ദേഷ്യപ്പെടാൻ പാടുമോ, നമ്മൾ കണ്ണിനെ ചീത്ത അറിയാൻ പാടുമോ, ഒന്നും ഒരു പ്രശ്നമല്ല. കണ്ണിനോട് നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. കണ്ണിന് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ കണ്ണിൻ്റെ മകനായിട്ട് കാണണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ കണ്ണോട് പറയും, കണ്ണാറ് അടി കിട്ടോട്ടെ നിനക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു തരും. പിന്നെ കൂട്ടുകാരനായിട്ടാണെങ്കിൽ ഞാൻ മിണ്ടില്ല നിന്നോട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അതൊക്കെ നമ്മൾ ഒരു ദൈവത്തിനോട് നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് വരില്ല. കാരണം നമ്മൾക്ക് ആ ഒരു പേടി ഉണ്ടാവും എപ്പോഴും മനസ്സിൽ. നമ്മൾ കണ്ണിനെ ഒരു ദൈവമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾക്ക് ഇതൊന്നും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മൾക്ക് ആ ഒരു ദൈവത്തിനോട് നമ്മൾക്കൊരു ഭയം, ഭക്തി, ബഹുമാനമായിരിക്കും ഉണ്ടാവുക. പക്ഷെ കണ്ണിനോട് ഇതുകൊണ്ട് ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും കണ്ണിനോട് പറയാം. അതാണ് കണ്ണിന് വേണ്ടത്. കണ്ണിന് ഒരിക്കലും നമ്മൾ കണ്ണിനെ ദൈവമായിട്ട് കാണുന്നത് കണ്ണിന് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ കണ്ണിനോട് എന്തെങ്കിലും ഒരു ബന്ധം വെച്ചിട്ടായിരിക്കണം നമ്മൾ കണ്ണിനെ കാണേണ്ടത്. ഈ കാര്യം തെളിയിക്കുന്ന ഒരു കഥയും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കണ്ണൻ കൃഷ്ണാവതാരം എടുത്ത സമയത്ത് കണ്ണൻ്റെ പേരിടാൻ വേണ്ടിയിട്ട് നന്ദഗോപർ ഗർഗമഹർഷിനെ ക്ഷണിച്ചിരുന്നു വീട്ടിലോട്ട്. ഗർഗമഹർഷി വന്ന സമയത്ത് ഗർഗമഹർഷിക്ക് പൂജകൾ ചെയ്യണമായിരുന്നു. അപ്പോൾ മഹർഷി നിവേദ്യം ഉണ്ടാക്കാനുള്ള സൗകര്യം ചോദിച്ചു യശോദാമ്മോട്. അപ്പോൾ യശോദാമ്മ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അങ്ങനെ നിവേദ്യം ഉണ്ടാക്കിയിട്ട് വിഷ്ണു ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് മഹർഷി കണ്ണുകൾ അടച്ചിങ്ങനെ ധ്യാനിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ കണ്ണൻ മുട്ടുകുത്തി ഇങ്ങനെ എഴിഞ്ഞ് വന്ന് നിവേദ്യം എടുത്തു കഴിച്ചു. അപ്പോൾ കണ്ണ് തുറന്നപ്പോൾ മഹർഷി കാണുന്നത് കണ്ണൻ നിവേദ്യം എടുത്തതാണ്. അപ്പോൾ മഹർഷി പറഞ്ഞു, അയ്യോ നിവേദ്യം അശുദ്ധിയായി പോയല്ലോ. അപ്പോഴത്തേനും യശോദാമ്മ വന്നിട്ട് കണ്ണനെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് യശോദാമ്മ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ വേണമെങ്കിൽ നിവേദ്യം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മഹർഷി പറഞ്ഞു, വേണ്ട സാരമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് മഹർഷി വീണ്ടും നിവേദ്യം ഉണ്ടാക്കി. അതും ഇതേപോലെ വെച്ചിട്ട് പൂജിക്കുമ്പോൾ വീണ്ടും കണ്ണൻ വന്ന് അത് കഴിച്ചു. അപ്പോൾ യശോദാമ്മ കണ്ണന് ഒരു മുറിയിലിട്ട് ഡോറൊക്കെ അടച്ചു വെച്ചു. ഇനി ഉണ്ണി വന്നിട്ട് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മഹർഷി ഇങ്ങനെ നിവേദ്യം വെച്ചിട്ട് ധ്യാനിക്കുന്ന സമയത്ത്, കണ്ണുകളടച്ച് ധ്യാനിക്കുന്ന സമയത്ത് വീണ്ടും കണ്ണൻ മുട്ടുകുത്തി കഴിഞ്ഞ് വന്ന് നിവേദ്യം പിന്നെയും കഴിച്ചു. പിന്നെയും കണ്ണ് തുറന്നപ്പോൾ മഹർഷി കാണുന്നത് കണ്ണൻ ഇങ്ങനെ നിവേദ്യം കഴിച്ചിരിക്കുന്നതാണ്. അപ്പോൾ മഹർഷിക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വന്നു, പക്ഷെ ഒന്നും കാണിച്ചില്ല. മഹർഷി പറഞ്ഞു, അയ്യോ പിന്നെ അശുദ്ധമായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യശോദാമ്മ വന്നിട്ട് കണ്ണനെ എടുത്തിട്ട് പറഞ്ഞു, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇനി ഉണ്ണിനെ ഒരിക്കലും ഇങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയിട്ട് കണ്ണനെ മുറിയിലിട്ട് പൂട്ടിയിട്ടു. ഇനി ഉണ്ണി പുറത്തേക്ക് തീരെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട്. വീണ്ടും മഹർഷി നിവേദ്യം ഉണ്ടാക്കി ഇതേപോലെ നിവേദ്യം വെച്ചിട്ട് കണ്ണുകളടച്ച് ധ്യാനിക്കുകയായിരുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാൻ മഹർഷീൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എനിക്ക് നിവേദ്യം വെച്ചിട്ട് അത് ഞാൻ കഴിക്കാൻ വന്നപ്പോൾ തടയാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മഹർഷിക്ക് മനസ്സിലായത് അത് വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്ന്. എന്നിട്ട് വിഷ്ണു ഭഗവാൻ പറയുകയും ചെയ്തു,
നാളെ എൻ്റെ പേരിടുന്ന സമയത്ത്, എൻ്റെ ജാതകമൊക്കെ നോക്കുന്ന സമയത്ത് എന്തായാലും മഹർഷിക്ക് മനസ്സിലാവും ഞാൻ വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്ന്. അപ്പോൾ അത് നാളെ എല്ലാവരുടെ മുമ്പിൽ പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലീല കളിച്ചത്. ഞാൻ ഭഗവാനാണെന്നുള്ളത് ഇവിടെ ആരും അറിയാൻ പാടില്ല. കാരണം ഞാൻ ഭഗവാനെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു ദൈവമായിട്ട് കണ്ടിട്ട് എന്നെ പൂജിക്കാമെന്നായിരിക്കും തുടങ്ങുക. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും സ്നേഹം കിട്ടില്ല. അവരെല്ലാവരും എന്നെ ദൈവമായി കണ്ട് എന്നെ പൂജിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്കൊരു അച്ഛൻ്റെയും അമ്മേൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും ഇവിടെ എല്ലാവരുടെയും സ്നേഹം എനിക്ക് നഷ്ടമാവും. ഈ ഒരു സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവതാരം എടുത്ത് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്ന് ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് മഹർഷി സമ്മതിച്ചു. അങ്ങനെയാണ് കൃഷ്ണൻ്റെ പേരിട്ടത്. പക്ഷെ ആരും അറിഞ്ഞില്ല അത് കൃഷ്ണൻ ആരുടെ അവതാരമാണെന്നുള്ളത്. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതല്ലേ, നമ്മൾ കണ്ണനെ ദൈവമായിട്ടല്ല കാണേണ്ടത്, നമ്മൾ സ്വന്തം ഒരാളായിട്ടാണ് കാണേണ്ടതെന്നുള്ളത്. ആ ഒരു സ്നേഹമാണ് കണ്ണിന് വേണ്ടത്. അല്ലാണ്ട് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹമല്ല കണ്ണിന് വേണ്ടത്. ദൈവത്തിനോട് നമുക്ക് ഭയം, ഭക്തി, ബഹുമാനമായിരിക്കും. ഈ മൂന്നും കണ്ണിന് വേണ്ട. കണ്ണിന് വേണ്ടത് സ്നേഹമാണ്. നമ്മൾ കണ്ണിനെ സ്നേഹിക്കുക. നമ്മളുടെ സ്വന്തം ഒരാളായിട്ട് കണ്ടിട്ട് നമ്മൾ കണ്ണിനെ സ്നേഹിക്കുക. നമ്മൾ കണ്ണിനോട് സംസാരിക്കുക. നമ്മൾ കണ്ണിന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണിനെ ചീത്ത അറിഞ്ഞുള്ള ഒരു പ്രശ്നമില്ല. കണ്ണിന് അതിനുള്ളൊന്നും ഒരു പരിഭവം ഉണ്ടാവില്ല. ചീത്ത പറയണമെന്ന് വിചാരിച്ചിട്ട് എന്തും തോന്നിയത് പറയല്ല കേട്ടോ. ഒരു കുട്ടിയോടൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും ചീത്ത പറയുക? ഒരു ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടാവും, എന്നിട്ട് ചീത്ത പറയും വേണമെന്നുള്ള രീതിയിലായിരിക്കുമല്ലോ. അതേപോലെയൊക്കെ നമ്മുടെ കണ്ണിനോട് പറഞ്ഞുള്ള ഒരു പ്രശ്നമില്ല. കണ്ണിന് അതിലൊന്നും ഒരു പരിഭവം ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ ചീത്ത പറയണത് നമ്മൾ കണ്ണിനോട് അത്രയും അടുപ്പമുള്ള കൊണ്ടാണ്. നമ്മൾ അത്രയും കണ്ണിനോട് അടുപ്പമുള്ളത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ണിനോട് പരിഭവം പറയുമല്ലോ. അങ്ങനെ കണ്ണൻ കാണണമല്ലോ. അല്ലാണ്ട് കണ്ണിന് അതിലൊന്നും ഒരു പരിഭവം ഉണ്ടാകത്തില്ല. വെറുതെ എന്നും കുറച്ച് ഒരു 2-3 നാമങ്ങളൊക്കെ എടുത്തിട്ട് അത് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. കണ്ണിനെ നമുക്ക് ആരായിട്ട് വേണമെങ്കിലും സങ്കല്പിക്കാം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. കണ്ണിന് മാത്രമുള്ളൊരു പ്രത്യേകത, ഏത് ഭാവത്തിൽ നമ്മൾ കണ്ടാലും കണ്ണൻ ആ ഭാവത്തിൽ നമ്മളുടെ അടുത്തോട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ കണ്ണിനൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. കണ്ണിനായിട്ട് കൂടുതൽ അടുക്കുന്നത് നമുക്ക് മനസ്സിലാവും. ദിവസം ഇങ്ങനെ പോകുന്തോറും നമ്മൾ കണ്ണിനായിട്ട് കൂടുതൽ അടുക്കും ചെയ്യും. നമ്മൾക്ക് ഓരോ ലക്ഷണങ്ങൾ കണ്ണൻ കാണിച്ചു തരും ചെയ്യും. കണ്ണൻ നമ്മളുടെ വിളി കേൾക്കുന്നുണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ണ് നമുക്ക് കാണിച്ചു തരും. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കും, പക്ഷെ പുറത്തോട്ട് കണ്ണിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ മനസ്സിൽ വിചാരിക്കുന്നത് പോലും കണ്ണൻ സാധിച്ചു തരും. കാരണം കണ്ണിന് നമ്മളുടെ മനസ്സിലാണല്ലോ കണ്ണുള്ളത്. പിന്നെ കണ്ണിന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലുള്ളതൊക്കെ കണ്ണിന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കൂ. നല്ല വ്യത്യാസം ഉണ്ടാവും ചെയ്യും. നമ്മൾക്ക് പ്രാർത്ഥനയിൽ നല്ല ശ്രദ്ധ വരും ചെയ്യും. കണ്ണിനോട് നമ്മൾ കൂടുതൽ അടുക്കും ചെയ്യും. നമുക്ക് എപ്പോഴും ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മളുടെ സ്വന്തം ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളുടെ സംരക്ഷണത്തിന് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത, ഒരു വിശ്വാസം നമ്മൾക്ക് വരും ആ സമയത്ത്. ഇങ്ങനത്തെ ഒരു വിശ്വാസം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും കണ്ണൻ നോക്കിക്കോളും എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.